അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആലയുടെ ദീനിൻ്റെ ഒരു ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇതുപോലൊരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുഹദ് അഥവാ ഭൗതിക വിരക്തി എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നാൽ ഭൗതിക വിരക്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഈ ദുനിയാവിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഉദ്ദേശവും എന്തൊക്കെയാണ് എന്ന് ആദ്യമായി നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിന്നും പടച്ച റബ്ബ് നിങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ലാത്ത നിലയിലാണ് ഈ ദുനിയാവിലേക്ക് പടക്കപ്പെട്ടിട്ടുള്ളത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അള്ളാഹു നിങ്ങൾക്ക് കാതും അതുപോലെ തന്നെ കണ്ണിനെയും കേൾവിയും കാഴ്ചയും അതുപോലെ ഹൃദയവുമെല്ലാം നിങ്ങൾക്ക് പടച്ച റബ്ബ് സംവിധാനിക്കുകയും ചെയ്തു. ലഅല്ലക്കും തഷ്കുറൂൻ. എന്നിട്ട് ഇതെല്ലാം നൽകിയതിന് ശേഷം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു തആലയോട് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി എന്ന് പടച്ച റബ്ബ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിഅമത്തുകളും എല്ലാം നമുക്ക് വേണ്ടി സംവിധാനിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കൃത്യമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അല്ലാഹു തആലയെ ആരാധിക്കുക എന്നത് തന്നെയാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഓരോ മനുഷ്യരെയും ജിന്നുവർഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് മുന്നിടുന്ന ആളുകളായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മാറേണ്ടത്. അതുപോലെ തന്നെ ഏതൊരു മനുഷ്യരെയും ഈ ഭൂമിയിലേക്ക് പടക്കുമ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കാനുള്ള അവസരം അല്ലാഹു തആല നൽകിയിട്ടില്ല. മറിച്ച് നമുക്ക് അല്ലാഹു തആല നമ്മെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കാലപരിധി, ഇത്ര വയസ്സ് വരെ ജീവിക്കണം, ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ ദുനിയാവിൽ നിനക്ക് ചെയ്യാൻ കഴിയും എന്നതെല്ലാം അല്ലാഹു തആല മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആ അവധി നമ്മിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീടൊരു നിമിഷം പോലും കൂടുതലായി പടച്ച റബ്ബ് നമുക്ക് നൽകുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുമ്പോൾ ബഹുഭൂരിഭാഗം മനുഷ്യരും കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ അല്പസമയം ജീവിക്കണം, ഈ ദുനിയാവിലുള്ള സുഖങ്ങളും ആസ്വാദനങ്ങളുമെല്ലാം നല്ല പോലെ ആസ്വദിച്ചുകൊണ്ട് മുന്നേറുക, കിട്ടിയ ആകെ ഒരു ജീവിതം അത് നല്ല പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതിനിടയിൽ ഹറാമുകളെയും ഹലാലുകളെയും വേർതിരിച്ച് പഠിക്കാനുള്ള സമയം പോലും അവൻ കണ്ടെത്തുന്നില്ല. ഇങ്ങനെ താന്തോന്നിയായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദുനിയാവിലേക്ക് പടച്ചിട്ടുള്ളത്. അല്ലാഹു അതുമായി ബന്ധപ്പെട്ട് നമ്മോട് പറയുന്നുണ്ട്, അഫ ഹസീബതും അന്നമാ ഖലഖനാകും അബസ. അല്ലാഹു തആല നിങ്ങൾ ഒരിക്കലും വെറുതെ സൃഷ്ടിച്ചിട്ടുള്ളതല്ല. വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. അവങ്കലേക്ക് നിങ്ങൾ, അല്ലാഹു തആലയുടെ അരികിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ കരുതുകയാണോ എന്ന് പടച്ച റബ്ബ് നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ദുനിയാവിലെ ഈ ജീവിതം, ഇതിൽ നല്ല പോലെ അമലുകൾ ചെയ്ത് അല്ലാഹും റസൂലും കൽപ്പിച്ച പോലുള്ള നല്ല നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ജീവിതവും മരണവും വേർതിരിച്ച് നമുക്ക് മുമ്പിൽ പഠിപ്പിക്കപ്പെട്ടത്.
അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമുക്കേവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ആയത്താണ്. എന്താണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ്. നമ്മുടെ ജീവിതവും മരണവും നൽകിയതിൻ്റെ ഒരു കാരണം കൂടി പടച്ച റബ്ബ് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഈ പറയപ്പെട്ട മുഴുവൻ ആയത്തിലൂടെയും നമുക്കറിയാം നല്ല പോലെ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ തോന്നിയ പോലെ ജീവിക്കുക, നമസ്കാരങ്ങൾ ഒഴിവാക്കുക, നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുക, നമ്മുടെ നാവിൽ വരുന്ന ഏതു വാക്കും പറയുക, ഏതൊരു കാര്യങ്ങളും ചിന്തിച്ചെടുക്കുക, ഇതിനൊന്നും അല്ലാഹു തആല നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. അല്ലാഹു തആല പഠിപ്പിച്ച രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ധന്യമാക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാം, നിസ്സാരമായൊരു കാലയളവ് മാത്രമാണ് ദുനിയാവിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിൽ അധികം ആളുകളും പറയാറുണ്ട്, ജീവിതമൊക്കെ ഞാൻ മാറ്റിയെടുക്കും. പക്ഷെ എപ്പോഴാണ് നീ മാറ്റിയെടുക്കുക? ഒരു 60-70 വയസ്സായിട്ട്, അതല്ലെങ്കിൽ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന ഒരു സമയമാകുമ്പോൾ, ജോലിയൊന്നും ചെയ്യാൻ കഴിയാതെ മക്കൾ എന്നെ നോക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ നല്ലപോലെ അമലുകൾ ചെയ്തു കൊള്ളാം. നമ്മുടെ നാട്ടിൽ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഹജ്ജിന് പോകുന്ന അധികം ആളുകളിലും യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല. അധികം ആളുകളും വയോവൃദ്ധരായ ആളുകൾ, നേരെ ചൊവ്വയൊന്ന് സുജൂദുകൾ നല്ല പോലെ ചെയ്യാൻ പോലും പറ്റാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളാണ് അധികമായും ഹജ്ജ് കർമ്മങ്ങൾക്ക് പോലും പോകുന്ന രംഗമായി നമ്മൾ കണ്ടുവരാറുള്ളത്. പക്ഷെ അതുവരെ കാത്തിരിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനീയമായിട്ടുള്ള കാര്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. അല്ലാഹു തആല പറഞ്ഞ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമാണ്. എൻ്റെ ഉമ്മത്തിൻ്റെ ആളുകൾക്കിടയിലുള്ള ആളുകളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. ഈ ഒരു ഹദീസ് കേൾക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും ഇപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് നിൽക്കുന്നത്? ഏത് പ്രായത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്? ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താണ്? കഴിഞ്ഞ ഇന്നലകളിലേക്ക് നോക്കിയാൽ എത്രമാത്രം അമലുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പോലെ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എത്ര ഹദീസുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ നിലക്കും ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മുടെ പ്രായത്തിലേക്ക് നോക്കുകയും നമ്മുടെ കർമ്മങ്ങളിലേക്ക് നല്ല പോലെ ഒന്ന് നോക്കുകയും വേണം. ഒരു ദിവസം തന്നെ നോക്കിയാൽ, ഒരു ദിവസത്തെ നമ്മുടെ ഇബാദത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ എത്രമാത്രം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇബാദത്തിന് വേണ്ടി എത്ര സമയം നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്, എത്ര സമയം നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, റബ്ബിനെ തസ്ബീഹുകൾ ചെയ്തുകൊണ്ട്, റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് എത്ര സമയം ഒരു ദിവസം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കേവലം റമദാനിൽ മാത്രം പാരായണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെ വ്യാപകമായി അത്തരമൊരു സ്വഭാവമായി മാറിയിരിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ നോക്കണം, എത്രമാത്രം നമുക്ക് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അമലുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു പക്ഷേ അതിന് കൃത്യമായ മറുപടികൾ പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും അധികം ആളുകളിലും നമുക്ക് കാണാൻ കഴിയുക. മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്ന ഏതാനും ചില വാക്യങ്ങളുണ്ട്. ഈ ദുനിയാവും ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം എത്രമാത്രമുണ്ട് എന്ന് മുൻഗാമികളുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല ഇന്ന ദുനിയ ഖദ് ഇർതഹലത് മുദ്ബിറതൻ. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ളൊരു വാക്കുകളായേക്കാം, എന്നാൽ നമ്മൾ എപ്പോഴും ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു വചനം കൂടിയാണ്. എന്താണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്? ഇന്ന ദുനിയ, ദുനിയാവെന്ന് പറഞ്ഞാൽ ഖദ് ഇർതഹലത് മുദ്ബിറതൻ, അതിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വൽ ആഖിറതു മുഖ്ബിലതൻ, എന്നാൽ പരലോകമായിക്കൊള്ളട്ടെ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് എത്രയോ ജനങ്ങൾ തങ്ങളുടെ ഒരു ദിവസം പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ, പുതിയൊരു വയസ്സിലേക്ക് കടക്കുമ്പോൾ അത് ആഘോഷമാക്കി മാറ്റുന്ന അവസ്ഥ നമ്മൾ കണ്ടുവരാറുണ്ട്. നാളെ എനിക്ക് 30 വയസ്സ് പൂർത്തിയാകുന്നു, നാളെ എനിക്ക് 40ാമത്തെ വയസ്സിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു, അഭിമാനത്തോടു കൂടി ആളുകൾ പറയാറുണ്ട്. പക്ഷേ
ഇങ്ങനെ അഭിമാനത്തോടു കൂടി പറയുന്ന എത്ര ആളുകൾ ആ വയസ്സ് പൂർത്തീകരിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്? അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഈ ദുനിയാവിലെ പല നന്മകളും വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കിടന്നുറങ്ങിയ ആളുകൾ എത്ര ആളുകൾക്ക് പുതിയൊരു പുലരിയിലേക്ക് അവർക്ക് കിടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വളരെ തുച്ഛം ആളുകൾക്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനിയാവ് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യന്റെ ആയുസ്സാകട്ടെ അവന്റെ ഖബറിലേക്കുള്ള അടുപ്പം അങ്ങേയറ്റം ഓരോ ദിവസം കഴിയുന്തോറും അടുത്തുകൊണ്ടിരിക്കുന്നു. ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, കുലമഹിമകളുള്ള, ആഡംബര ജീവിതം കൈവരിച്ചിട്ടുള്ള, അങ്ങേയറ്റം ധനാഢ്യരായ എത്രയെത്ര ആളുകൾ ഈ ദുനിയാവിൽ ഇങ്ങനെ ഇതുപോലെ അവരുടെ മരണവാർത്തകളും അവരുടെ ജീവിത ശൈലികളുമെല്ലാം നമ്മളിങ്ങനെ കേട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, മഹാ അത്ഭുതം തോന്നും. എത്ര ആരോഗ്യമുള്ളൊരു വ്യക്തിയായിരുന്നു, ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. തൻ്റെ കുടുംബത്തോട് ഒന്നിച്ച്, അതുപോലെ തന്നെ ബന്ധുക്കളോടൊന്നിച്ച് ഇങ്ങനെ നല്ല പോലെ മുന്നോട്ട് പോയിരുന്ന ആ വ്യക്തി, എത്ര സന്തോഷത്തോടു കൂടി പോയിരുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ കേൾക്കുന്നു അയാൾ മരണപ്പെട്ടിരിക്കുന്നു. നമ്മൾ അത്ഭുതത്തോടു കൂടി പറയാറുള്ള മരണ വാർത്തകൾ ധാരാളമായി നമ്മൾ കേൾക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവും അവൻ്റെ അവസാന നിമിഷങ്ങളെ സംബന്ധിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു ഉപമയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അവിടുന്ന് പ്രവർത്തിച്ച ഏത് രൂപത്തിൽ ഗറസ ഊദൻ ബൈന യദൈഹി വആഖറ ഇലാ ജൻബിഹി വആഖറ അബ്അദ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ഉണങ്ങിയ കമ്പുകൾ നാട്ടുകയുണ്ടായി. ഒന്നിനോടൊന്നിച്ച് മറ്റൊന്നിനെ നാട്ടി. ഒന്നൊരൽപ്പം വിദൂരതയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കുത്തിവെക്കുകയും ചെയ്തു. എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, അതദ്റൂന മാ ഹാദാ, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഇല്ല, ഞങ്ങൾക്കറിയില്ല. പ്രവാചകർ താങ്കൾ ഉദ്ദേശിച്ച കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ഹാദൽ ഇൻസാൻ, ഒന്നാമതായി കാണുന്ന ആ നാട്ടിയ കൊമ്പ് അതൊരു മനുഷ്യനാണ്. വഹാദൽ അജൽ, എന്നിട്ട് അങ്ങ് ദൂരെയുള്ള ആ മരത്തിന് ആ കൊള്ളി നാട്ടി വെച്ചതിലേക്ക് പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ കാലയളവാണ്, അത് നിന്റെ അജലാണ്, നിന്റെ അവസാനത്തെ നിമിഷങ്ങളായിരിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഹാദൽ അമലു ഫയതആതൽ അമൽ ഫലഹിഖഹുൽ അജൽ ദൂനൽ അമൽ. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുമെല്ലാം നെയ്തെടുത്ത് മുന്നോട്ട് പോയ ആ വ്യക്തി അവസാനം എന്തായി? അവൻ്റെ തൊട്ടരികിലുള്ള മരണം പെട്ടെന്ന് അവനെ കണ്ടുമുട്ടി. അവൻ ഉദ്ദേശിച്ച അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ എത്താൻ കഴിഞ്ഞില്ല. അങ്ങ് ദൂരെ ഇരിക്കുന്ന വിദൂരതയിൽ നാട്ടിവെച്ചിട്ടുള്ള അവൻ്റെ സ്വപ്നങ്ങൾ അതിലേക്ക് എത്തിച്ചേരാൻ അവന് സാധിച്ചില്ല. മറിച്ച് അവൻ്റെ തൊട്ടടുത്ത് നാട്ടിയിരിക്കുന്ന ആ മനുഷ്യൻ്റെ തൊട്ടടുത്ത് നാട്ടിയ ആ മരക്കൊള്ളി അതിലേക്ക് ചൂണ്ടി, ആ അജൽ നിന്നിലേക്ക് എത്തിയിരിക്കുന്നു, ആ മരണം അവനെ കവർന്നെടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇതൊരു മനുഷ്യൻ്റെ ആയുസ്സുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഈ രൂപത്തിലാണ് മനുഷ്യൻ്റെ ആയുസ്. നമുക്കറിയില്ല, നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒരുപക്ഷെ നാട്ടിൽ കടമെല്ലാം വാങ്ങി വലിയ വീട് വേണത്, അതല്ലെങ്കിൽ ഒരുപാട് അവൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചുകൊണ്ട് വിദേശത്തേക്കോ അവൻ്റെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയോ യാത്ര ചെയ്തൊരു വ്യക്തിയായേക്കാം. അവൻ ഉദ്ദേശിച്ച പോലെ ഒരിക്കലും നടന്നുകൊള്ളണമെന്നില്ല. കാരണം അത് ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണത്തെ അവനിലേക്ക് കൊണ്ടുവന്നേക്കാം. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും ആ മരണം നിങ്ങളിലേക്ക് കടന്നു വരാതിരിക്കില്ല, എത്രയും വേഗം നിങ്ങളിലേക്ക് വരുന്നതാണ് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇങ്ങനെ മരണസംബന്ധമായ ധാരാളം ആയത്തുകളും ഹദീസുകളുമെല്ലാം ഖുർആനിലൂടെ ഹദീസുകളിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ എന്നിട്ട് പോലും കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ജീവിതം അവസാനിക്കാനുള്ളതാണ്, പരലോകം അത് സത്യമാണ് എന്ന് പഠിച്ചിട്ട് പോലും ആ പരലോകത്തിന് വേണ്ടി കൃത്യമായി അമലുകൾ ചെയ്യാത്തവരെയാണ് നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. നമുക്കറിയാം, ഈ കാണുന്ന ദുനിയാവെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ പോകുന്ന അവസ്ഥയാണ് അധികം ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പരലോകമാകട്ടെ അത് എന്നെന്നും അവശേഷിക്കുന്ന ഒരു കാര്യമാണ് എന്ന്
വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തരാണ്. അതുപോലെ ദുനിയാവിന്റെ ചില ഉപമകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും വിനോദവും അലങ്കാരവും മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ഈ ആയത്തിന്റെ ഇടയിൽ വെച്ച് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ഈ ദുനിയാവിൽ എത്ര തന്നെ ആസ്വദിച്ച് ജീവിച്ചാലും ശരി, ആ ദുനിയാവിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, കമതലി ഗൈസിൻ, ഇതൊരു മഴയെ പോലെ മാത്രമാണ്, ഒരു മഴ പോലെ. അതാണ് അല്ലാഹു തആല ഖുർആനിലൂടെ ഉപമിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ആ മഴയുടെ പ്രത്യേകത എന്താണ്? അഅജബൽ കുഫാര നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما. അല്ലാഹു തആല പറഞ്ഞു, ആ മഴ പെയ്തപ്പോൾ ഇവിടെ ഒരുപാട് സസ്യലതാദികൾ മുളച്ചു പൊങ്ങി. ആ സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നത് കണ്ടപ്പോഴോ ഇവിടെയുള്ള കർഷകർക്ക് ആശ്ചര്യമായി. അതിലൂടെ ഒരുപാട് വിളവെടുക്കാം, ഒരുപാട് കായ്കനികൾ ഞങ്ങൾക്ക് നേടിയെടുക്കാം എന്ന ഒരുപാട് സ്വപ്നങ്ങൾ അവർ കണ്ടെടുക്കുകയുണ്ടായി. പക്ഷെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ثم يكون حطاما, എന്നിട്ട് അതൊരു മഞ്ഞ നിറമായി മാറുകയും പിന്നീട് അതൊരു തുരുമ്പായി മാറുകയും ചെയ്തു. ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു വിധത്തിലേക്ക് അതിനെ മാറ്റപ്പെടുകയും ചെയ്തു എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ രൂപത്തിലാണ് ദുനിയാവിന്റെ അവസ്ഥ. ഏത് സമയത്തും നശിച്ചു പോകാൻ സാധ്യതയുള്ളൊരു കാര്യം. ഈ ദുനിയാവിൽ എത്ര വലുപ്പമുള്ള കാര്യങ്ങൾ കണ്ടാലും, എത്ര ഭംഗിയുള്ള വസ്തുക്കൾ കണ്ടാലും, അത് നേടിയെടുക്കണമെന്ന് നമ്മൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും അത് കാലാകാലം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആസ്വദിക്കാൻ അതിനുള്ള അവസരങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും നമുക്ക് നൽകുന്നില്ല. അതുപോലെ തന്നെ ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബതൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു എങ്ങാനും ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്ങാനും നൽകിയിരുന്നുവെങ്കിൽ, അത്രയെങ്ങാനും നൽകിയിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ഒരു കാഫിറിന് ഒരു ഇറക്ക് വെള്ളം പോലും അവർക്ക് ലഭിക്കില്ലായിരുന്നു. അപ്പൊ പടച്ചറബിന്റെ മുമ്പിൽ എന്തില്ല? ഈ ദുനിയാവിന് യാതൊരുവിധ വിലയുമില്ല, ഒരു വിലയും പടച്ചറബ് കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട് ഖുർആനിലൂടെ, പ്രവാചകൻ അവിടുത്തെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ വിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിച്ചു. വല്ലാഹി മദ്ദുനിയ ഫിൽ ആഖിറ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബഅഹു ഹാദിഹി ഫിൽ യം ഫൽയൻദുർ ബിമാ തർജി. ഏതുപോലെയാണ് ദുനിയാവിന്റെ വില എന്ന് പറഞ്ഞാൽ, വലിയൊരു സമുദ്രത്തിലേക്ക് ഒരുവൻ അവന്റെ കൈവിരലുകൾ മുക്കിയെടുത്ത് ഒന്ന് ഉയർത്തി നോക്കിയാൽ ആ വിരൽ തുമ്പിൽ ആ സമുദ്രത്തിൽ നിന്ന് എത്ര നമുക്ക് നേടിയെടുക്കാൻ കഴിയും? എന്തുണ്ടാവും ബാക്കി? നിസ്സാരമായത് മാത്രമായിരിക്കും അവന്റെ വിരൽ തുമ്പിൽ ബാക്കിയായിട്ടുണ്ടാവുക, അത്രമാത്രം ഉണ്ടാവുള്ളൂ. ഇതാണ് ദുനിയാവെന്ന് പറഞ്ഞാലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല ഈ ഉമ്മത്തിന്റെ പേരിൽ, ഈ ഉമ്മത്തിന്റെ മേൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പേടിയുണ്ടായിരുന്ന, അതല്ലെങ്കിൽ ഉമ്മത്തിന്റെ മേൽ ഭയപ്പെട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ സമുദായത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. എല്ലാ സമുദായത്തിനും പരീക്ഷണമുണ്ട്. വഫിത്നതു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ള ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അൽമാൽ, അത് സമ്പത്താണ്. എൻ്റെ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല നൽകുന്ന സമ്പത്താകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് മിമ്പറിൽ കയറി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ദാത യൗമിൻ അലൽ മിമ്പരി വജലസ്നാ ഹൗലഹു, അങ്ങനെ സ്വഹാബികളെല്ലാം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ സ്വഹാബികളും പ്രവാചകന്റെ സംസാരം കേൾക്കാൻ വേണ്ടി ചുറ്റും കൂടിയിരുന്നു. അതെപ്പോഴും പ്രവാചകന്റെ സദസ്സുകളുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ പ്രവാചകനോടൊപ്പം സ്വഹാബികളെല്ലാം തടിച്ചുകൂടുമായിരുന്നു. എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്നി മിമ്മാ ഖാഫു അലൈക്കും മിൻ ബഅദി മാ യുഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയ വസീനതഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കാലശേഷം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം എന്താണ്? ഐഹികമായ ആഡംബരവും അതുപോലെ തന്നെ ധാരാളം സമൃദ്ധമായി നിങ്ങൾക്ക് സമ്പത്ത് നൽകപ്പെടുന്നതുമാണ്. പക്ഷെ നമ്മൾ നോക്കൂ, ദുനിയാവിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? ഒരുപാട് സമ്പാദിക്കണം. കയ്യിൽ എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ മാത്രമാണ് നാട്ടിൽ വിലയുണ്ടാവുകയുള്ളൂ. കുടുംബക്കാരുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ആളുകൾക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടി എനിക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ
മറ്റുള്ളവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള പല സമ്പത്തിൻ്റെ ഞാനൊരു ഉടമയായി തീർന്നെങ്കിൽ മാത്രമാണ് ആളുകൾക്കിടയിൽ എനിക്കൊരു വിലയുണ്ടാവുകയുള്ളൂ എന്നൊക്കെ ജനങ്ങൾ പറയാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ? എൻ്റെ വഫാത്തിന് ശേഷം, അതല്ലെങ്കിൽ എൻ്റെ വിടവാങ്ങലിന് ശേഷം നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം അത് നിങ്ങൾക്ക് സമ്പത്ത് ധാരാളമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെ ഇത്രയും ആയത്തുകളും ഹദീസുകളുമെല്ലാം ഐഹികമായ ലോകത്തെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ, പറഞ്ഞു തരുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൊരു കുറവ് നമ്മൾ വരുത്തണം. അതിനോട് അമിതമായൊരു താല്പര്യം കാണിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാത്തിനും ഒരു അളവ്, നമ്മൾ ഒരു നിയന്ത്രണം വെക്കാൻ നമുക്ക് സാധിക്കണം. അധികമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്നൊരവസ്ഥ, പിന്നെ ദുനിയാവിൻ്റെ പിന്നാലെ പോകും. പിന്നെ അവന് കൃത്യമായി നമസ്കരിക്കാൻ കഴിയില്ല, കൃത്യമായ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ തോന്നിയ രൂപത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒരാൾ കൂടുതലായി സമ്പത്തിന് വേണ്ടി താല്പര്യം കാണിച്ചാൽ, ദുനിയാവാണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ, ഒരുപക്ഷെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യും അവൻ ഉദ്ദേശിച്ച പോലെ, അവൻ ആഗ്രഹിച്ച പോലെ ദുനിയാവിൽ അവൻ ധാരാളമായി നൽകിയേക്കാം. അല്ലാഹു തആല പറഞ്ഞു, മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ. അല്ലാഹു തആല പറയുകയാണ്, ക്ഷണികമായ ഇഹലോകത്തെയാണ് ആരെങ്കിലും ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അവർക്ക് നാം ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ അവർക്ക് വേഗത്തിൽ നൽകുന്നതാണ്. നമ്മൾ അധികമായും അള്ളാഹുവിൻ്റെ പരലോകത്തെ ഉദ്ദേശിക്കാതെ ദുനിയാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എളുപ്പമുണ്ടാക്കി തരും. അവൻ ചെയ്യുന്ന ജോലിയിലൊക്കെ ബറക്കത്തുണ്ടാകും, ഒരുപാട് സമ്പത്തുണ്ടാകും. അതൊരു പരീക്ഷണമായിരിക്കുമെന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക. എന്നിട്ട് അവസാനമായി കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പടച്ച റബ്ബ് നൽകിക്കഴിഞ്ഞാൽ അവർക്ക് അവസാനമായി നൽകപ്പെടുക എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ കത്തിയാളുന്ന നരകമായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. മുൻകഴിഞ്ഞു പോയ കവികൾ പറയാറുണ്ട്, ഇന്നമദ്ദുനിയാ ഇലൽ ജന്നതി വന്നാറു ത്വരീഖ്. ദുനിയാവ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അടുപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദുനിയാവിൻ്റെ പ്രത്യേകത അതാണ്. ഈ ദുനിയാവിനെ കൊണ്ട് സ്വർഗത്തിലേക്ക് അടുക്കാനും ഈ ദുനിയാവിനെ കൊണ്ട് നരകത്തിൽ പോകാനും കാരണമായി തീരുമെന്ന് മുൻകഴിഞ്ഞു പോയിട്ടുള്ള കവികൾ പോലും നമുക്ക് മനസ്സിലാക്കി തരുന്നു. വല്ലയാലി മത്ജറുൽ ഇൻസാൻ വൽ അയ്യാമു സൂഖ്. എന്നിട്ട് അവർ വിശദീകരിച്ചു, അവരുടെ രാത്രികൾ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കച്ചവട സ്ഥലങ്ങളാണ്, അവരുടെ പകലുകൾ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള അങ്ങാടികളുമാണ് എന്ന് മുൻഗാമികളായിട്ടുള്ള കവികൾ നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും വെറും ദുനിയാവിനെ മാത്രം ലക്ഷ്യം വെക്കാതെ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പരലോകത്തിന് ലക്ഷ്യം പരലോകത്തെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ സ്വാഭാവികമായും ദുനിയാവിൽ ഒരു മുഅ്മിൻ ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത്? പരലോകമാണ് നമ്മുടെ ലക്ഷ്യം. ദുനിയാവിലേക്കാണെങ്കിൽ പടച്ച റബ്ബ് നമ്മെ അയച്ചിട്ടുമുണ്ട്. ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരുപാട് സമ്പത്ത് വേണം. അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വാഹനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പടച്ച റബ്ബ് ഒരുപാട് നിഅമത്തുകൾ ഈ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല നൽകുന്ന നിഅമത്തുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് എവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാം. പക്ഷേ അവൻ സമ്പാദിക്കുമ്പോഴും അവൻ്റെ നിഅമത്തുകൾ എത്ര തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്ത് വേണം? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് ഇതെല്ലാം നൽകിയത് എന്ന ഒരു ബോധം അവൻ എപ്പോഴും ഉണ്ടാകണം. അതിൻ്റെ പുറകിൽ ഇങ്ങനെ പോയി അവസാനം അഹങ്കാരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. ഖാറൂനിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവൻ അഹങ്കരിച്ചു. അവന് പടച്ച റബ്ബ് ധാരാളമായി സമ്പത്ത് നൽകി. ആ സമ്പത്ത് ധാരാളമായി കുമിഞ്ഞുകൂടിയപ്പോൾ അവനിൽ അഹങ്കാരവും കടന്നു വന്നു. അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞുപോയി, ഖാറൂനിന് നൽകപ്പെട്ട സമ്പത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പോലും അവിടെയുള്ള ആളുകൾക്ക് തോന്നിപ്പോയി. അവസാനം എന്തായി? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനെയും അവൻ്റെ അമ്പരച്ചുംബികളായ കോട്ടകളെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വേണ്ടത് ഈ ദുനിയാവിൽ അല്പം വിരക്തി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്, സുഹൃദ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എന്താണ് സുഹൃദ് എന്നതും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സുഹൃദ് എന്ന് പറഞ്ഞാൽ, ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസ സുഹ്ദു അൻ തത്റുക ദുനിയ മിൻ യദിക വഹിയ ഫീ ഖൽബിക. നിന്റെ ഹൃദയത്തിൽ ദുനിയാവ് ഉണ്ടായിരിക്കെ നീ ആ ദുനിയാവ് ഉപേക്ഷിക്കലല്ല വിരക്തി എന്ന് പറഞ്ഞാൽ. നിന്റെ മനസ്സിൽ ദുനിയാവുണ്ട്, നിന്റെ ഹൃദയത്തിൽ ദുനിയാവ് ഉണ്ടായിരിക്കെ ആ ദുനിയാവിനെ ഉപേക്ഷിക്കലല്ല സുഹൃദ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നമ സുഹ്ദ്, സുഹ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തത്റുകഹ മിൻ ഖൽബിക വഹിയ ഫീ യദിക.
മറിച്ച് നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുനിയാവിനെ ഒഴിവാക്കലാകുന്നു, അത് നിന്റെ അടുക്കലുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വേണ്ട? അമിതമായ ദുനിയാവിനോടുള്ളൊരു താല്പര്യമല്ല നമ്മൾ കാണിക്കേണ്ടത്. മറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ദുനിയാവിനോട് താല്പര്യം കാണിച്ചിട്ടില്ല എങ്കിൽ പോലും അല്ലാഹു തആല നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ദുനിയാവിൽ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ പടച്ച റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതിനെന്ത് വേണം? അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം, തഖ്വ ചെയ്ത് ജീവിക്കണം. അല്ലാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിക്കൊണ്ട് പടച്ച റബ്ബ് നൽകും. അതാണല്ലോ, ഒരു സ്വതക്ക നൽകിയാൽ ആ സ്വതക്കയിൽ നിന്ന് നിങ്ങൾക്കൊന്നും തന്നെ ഒരു കുറവും വരുത്തുന്നില്ല. അതിന് പകരമായി അല്ലാഹു തആല നിങ്ങൾക്ക് നൽകാതിരിക്കില്ല എന്ന് എത്രയോ ഹദീസുകളിലൂടെ പഠിച്ച ആളുകളാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിനേക്കാൾ ഉത്തമമായത് പടച്ച റബ്ബ് നമുക്ക് പകരം നൽകിയേക്കാം എന്ന് ഹദീസുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്സുഹുദ്, സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കു മാ ലാ യൻഫഉ ഫിൽ ആഖിറ, തർക്കു മാ ലാ യൻഫഉ ഫിൽ ആഖിറ. ആഖിറത്തിനെ തടനിൽക്കുന്ന, ആഖിറത്തിന് തടസ്സമാകുന്ന, ആഖിറത്തിൽ നിനക്ക് ഉപകാരപ്പെടാത്ത എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം നീ ഒഴിവാക്കലാണ്. ഒരുപക്ഷെ നമുക്ക് നല്ല ജോലി കിട്ടിയേക്കാം, ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ജോലി ആയേക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറയും? വളരെ ഹൈറായിട്ടുള്ളൊരു കാര്യമാണ്, നല്ല ജോലി വേണം, അവന് കുടുംബം നോക്കണം, അവന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നല്ലൊരു ജോലി വേണമെന്ന് പറയും. പക്ഷെ ആ ജോലി അവന് കിട്ടണമെങ്കിൽ എന്ത് വേണം? പല ഹറാമുകളും അവൻ ചെയ്യേണ്ടി വരും. അവൻ താടി രോമങ്ങൾ നീക്കം ചെയ്യേണ്ടി വരും. അവൻ സ്ത്രീ പുരുഷന്മാരിൽ സ്ത്രീകളുമായി ഇടകലർന്നുകൊണ്ട് ആ ജോലിയിൽ ഏർപ്പെടേണ്ടി വരും. അതുമല്ലെങ്കിൽ അവൻ്റെ വസ്ത്രവിധാനങ്ങൾ മോശമായ രൂപത്തിലാകും. പല ഹറാമുകൾ പറയേണ്ടി വരും, കളവുകൾ പറയേണ്ടി വരും. ഇതിനൊക്കെ പകരം ദുനിയാവിൽ കിട്ടുന്നത് എന്തായിരിക്കും? വലിയ നമ്മൾ ആഗ്രഹിച്ച പോലെ സമൃദ്ധമായ രൂപത്തിൽ നമുക്ക് സമ്പത്ത് കിട്ടും. പക്ഷേ അതിലൊരു ഹൈറും നമുക്ക് ഉണ്ടാവുകയില്ല. അത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്താൻ അതൊരു കാരണമായി തീരും. അതുകൊണ്ട് എന്ത് വേണം? അങ്ങനെയുള്ള ഹറാമുകൾ ഇടകലർന്നിട്ടുള്ള നമ്മുടെ പരലോകം നഷ്ടമാക്കി കളയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളെന്ത് വേണം? അത് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. അതിനെയാണ് സുഹദ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ മുൻഗാമികൾ പറഞ്ഞു, സുഹദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ദുനിയാവ് പൂർണ്ണമായി ഉപേക്ഷിക്കലല്ല. ആളുകൾ കരുതും മോശമായ വസ്ത്രം ധരിച്ച്, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച്, വിലയില്ലാത്ത ചെരുപ്പുകൾ ധരിച്ച്, മുടി ചെയ്യാതെ വൃത്തിയില്ലാതെ ഇങ്ങനെ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തനായ ഒരു രൂപത്തിൽ ദുനിയാവിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അവന് ഈ ദുനിയാവിനോട് എന്തൊരു വിരക്തിയാണ്. ഇങ്ങനെയല്ല, അതൊരിക്കലും വിരക്തിയല്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. ശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നല്ല വസ്ത്രം ധരിക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നല്ല നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സുഹദ്? ഇന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, വില കുറഞ്ഞ ഇങ്ങനെ പരുപരുത്ത വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ എന്തൊരു സുഹൃതാണ് അവന്, എന്തൊരു വിരക്തിയാണ്, അവന് ഈ ദുനിയാവ് ലക്ഷ്യം വെക്കുന്നേയില്ല, ഇങ്ങനെ പറയുക. മറിച്ച് യഥാർത്ഥത്തിൽ സുഹദ് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ കൂടെ, അള്ളാഹുവിനെ കൂടെയല്ലാത്ത മറ്റെല്ലാത്തിനോടും വിരക്തി കാണിക്കുക. അഥവാ റബ്ബിനോട് മാത്രം, റബ്ബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൽ ഹറാമുകളെല്ലാം മാറ്റിവെച്ച് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ രൂപത്തിൽ ജീവിക്കലാണ് യഥാർത്ഥത്തിൽ സുഹദ് എന്ന് പറഞ്ഞാൽ. ആരെ പോലെ? ഹാദാ ദാവൂദ് വ സുലൈമാൻ അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ഈ ദുനിയാവിൽ ഒരുപാട് നേടിയെടുത്ത ആളുകളായിരുന്നു, ഒരുപാട് അധികാരമുള്ള ആളുകളായിരുന്നു. വകാന ഇൻദല്ലാഹി മിനസ് സാഹിദീൻ. അധികാരവും സമ്പത്തും എല്ലാം ഉണ്ടായിട്ട് പോലും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമും സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമും അവരെന്ത് പേരിൽ അറിയപ്പെട്ടു? അവർ സാഹിദീങ്ങളുടെ പേരിൽ അറിയപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് അവരൊരിക്കലും സുഹദ് ഇല്ല എന്നതല്ല, മറിച്ച് സുഹദ് കാണിക്കേണ്ടത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഈ ദുനിയാവിലുണ്ടോ അതെല്ലാം പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഒരാൾ സുഹദ് കാണിക്കേണ്ടത് എന്ന് മുൻഗാമികൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിത ശൈലികൾ എങ്ങനെയാകണം? ഈ പറയപ്പെട്ട പോലെ സുഹദിനെ പല രൂപത്തിലും, ഭൗതിക വിരക്തി എന്ന് പറയുമ്പോൾ പല തെറ്റിദ്ധാരണയോടുകൂടി പല രൂപത്തിലും ആളുകൾ സമീപിക്കുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കി തന്നു. ഏതുപോലെ ജീവിക്കാനല്ല, എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു.
ആരോട്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ നീ എങ്ങനെ ജീവിക്കണം? ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ജീവിക്കണം. അതുമല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ നീ ജീവിക്കണം. വഴിയാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ യാത്രയിൽ ഒരിക്കലും അവൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രമായിരിക്കും, അമിതമായതൊന്നും അവന്റെ കൈകളിൽ ഉണ്ടാവില്ല. ആ യാത്ര പൂർത്തീകരിക്കാൻ എന്ത് വേണമോ അത് മാത്രമായിരിക്കും അവരുടെ കൈകളിൽ ഉണ്ടാവുക. അതേപോലെ അപരിചിതനെ പോലെ ആയിരിക്കും അവർ ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അതേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, ഇദാ അംസൈത ഫലാ തൻതദിരി സുബഹ. ഈ രൂപത്തിലും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ നമ്മൾ ദുനിയാവിൽ ജീവിക്കണം. നീ പ്രദോഷത്തിൽ നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ തൻതദിരി സുബഹ, നീ പ്രഭാതത്തൊരിക്കലും നീ പ്രതീക്ഷിക്കാൻ പാടില്ല. വഇദാ അസ്ബഹ്ത, നീ പ്രഭാതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ തൻതദിരിൽ മസാ, നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പ്രദോഷത്തെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, നിനക്ക് രോഗം ബാധിക്കുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം കൊണ്ട് നിനക്ക് എന്തെല്ലാം ഈ ദുനിയാവിൽ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നീ ചെയ്തു തീർക്കണം. വമിൻ ഹയാതിക ലിമൗതിക, മരണത്തിന് മുമ്പേ നിനക്ക് കിട്ടിയ ജീവിതം കൊണ്ട് നല്ല നല്ല ജീവിതം നീ കൈവരിക്കുകയും വേണമെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ഒരു രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ തന്നെ അള്ളാഹുവിനെ നല്ല പോലെ നമുക്ക് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയും. ഒരിക്കലും ഒരുപാട് കാലം ദീർഘകാലം സുഖമെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമെന്ന ഒരു ധാരണ ഒരു മുസ്ലിമിനും ഉണ്ടാകാൻ പാടില്ല, ഒരു മുഅ്മിനിനും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഇതുപോലെ മലക്കുകളെല്ലാം സന്നിഹിതരായിട്ടുള്ള ഇതുപോലൊരു മജ്ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ ഇരിപ്പിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് മടങ്ങി ചെല്ലുമോ എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഭാര്യമാരുടെ അരികിൽ നമ്മൾ ഏറ്റവും അധികം താലോലിക്കുന്ന നമ്മുടെ മക്കളുടെ അരികിലേക്ക് മടങ്ങിച്ചെല്ലാൻ പറ്റുമോ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പല ആളുകളും വിചാരിക്കുന്നത് അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും, നാളെ എന്ന് പറയുന്ന ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന അമിതമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് ആളുകളെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഔസീനി, എനിക്ക് ഒരു ഉപദേശം നൽകണം. ഇതുപോലെ മുൻകഴിഞ്ഞു പോയ ആളുകൾ നമ്മൾ ധാരാളമായി കാണുന്നൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിലേക്ക് എത്രയോ ആളുകൾ കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ സ്വഹാബികളെ നോക്കിയാൽ അവർക്കിടയിലേക്ക് എത്രയോ ആളുകൾ കടന്നു വരാറുണ്ട്. എന്നിട്ട് അവരൊക്കെ ചോദിക്കും, എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകണം. നമുക്കും ഈമാനികമായ കുറവുകൾ നമുക്ക് സംഭവിച്ചാൽ, ദീനിൽ ഒരു പ്രയാസം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ബാധിക്കുമ്പോൾ അറിവുള്ള ആളുകളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് നമുക്ക് ചോദിക്കാം, എന്തെങ്കിലും നല്ല നസീഹത്തുകൾ എനിക്ക് നൽകണം. ഇത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താണ്? ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ എന്തെങ്കിലും ഒരു നസീഹത്ത് അവന് കൊടുക്കുമ്പോഴേക്കും അവൻ അവരോട് ചാടിക്കും, നീ എന്നെ ഉപദേശിക്കാൻ ആളല്ല, എന്നെ നീ ഉപദേശിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പ്രതികരിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഉപദേശം തേടി വന്ന വ്യക്തിയോട് അദ്ദേഹം പറഞ്ഞു, ഊസീക അൻ തകൂന മലികൻ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും നീ ഒരു രാജാവിനെ പോലെ നീ ജീവിക്കണം. ദുനിയാവിലും പരലോകത്തിലും ഒരു രാജാവിനെ പോലെ നീ ജീവിക്കണം. ഖാല കൈഫ, അപ്പം അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഒരു രാജാവിനെ പോലെ ഞാൻ ജീവിക്കുക? അതെനിക്കൊരിക്കലും സാധിക്കില്ല, എങ്ങനെയാണ് എനിക്ക് അത് സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്ഹദ് ഫിദ് ദുനിയ, ദുനിയാവിൽ നീ സുഹൃതോടുകൂടി ഭൗതിക വിരക്തിയോടുകൂടി നീ ജീവിച്ചാൽ ഈ ദുനിയാവിലും പരലോകത്തിലും നീ ഒരു ധനാഢ്യനെ പോലെ നിനക്ക് ജീവിക്കാൻ സാധിക്കും, നിനക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും. നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ കച്ചവടക്കാരിലേക്ക് നോക്കിയാൽ, ദീനുമായി ബന്ധമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അവർ അവരുടെ കച്ചവടത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ നോക്കുമ്പോഴെന്താണ്? സ്വസ്ഥമായ രൂപത്തിലുള്ള ജീവിതം അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവരുമായി സംസാരിച്ചാലോ അവരവരുടെ കച്ചവട മേഖലകളെ പറ്റി ഓർത്ത് അവർ പ്രയാസത്തിലാണ്. നാളത്തെ കാര്യം എന്താകും, ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് ദുനിയാവിൽ സ്വസ്ഥമായി അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. നമ്മൾ കരുതും അവർ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു, എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയാസമുണ്ട്. എന്നാൽ അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, ഖുർആനും ഹദീസും അംഗീകരിച്ച് സ്വസ്ഥമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അവർ ദുനിയാവിൽ സമാധാനമുണ്ട്. അവരൊരു പ്രതീക്ഷയുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരലോകത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്തു തീർത്തിട്ടുണ്ട് എന്ന് പറയാൻ അവന് സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവിൽ നീ വിരക്തി കാണിച്ചു കൊള്ളട്ടെ എന്ന്
മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചില മുൻഗാമികൾ പറഞ്ഞു, അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ പറഞ്ഞു, ലൈസ സഹാദതു ഫി ദുനിയ ബിതഹരീമിൽ ഹലാൽ, ഹലാലുകളെ ഒഴിവാക്കുകയല്ല, അതല്ലെങ്കിൽ ദുനിയാവിൽ സുഹദ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഹലാലായ കാര്യങ്ങൾ നീ ഒഴിവാക്കലല്ല. വലാ ഇദാഅത്തുൽ മാൽ, അതുപോലെ തന്നെ നിന്റെ കൈകളിലുള്ള സമ്പത്തിനെ പൂർണ്ണമായി നീ ഒഴിവാക്കുക എന്നത് സുഹദല്ല. ഇന്നമ സഹാദതു ഫി ദുനിയ, ദുനിയാവിൽ സുഹദ് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തകൂന ബിമാ ഫീ യദില്ലാഹ് ഔസഖു മിൻക ബിമാ ഫീ യദൈക, നിന്റെ കൈകളിലുള്ളതിനേക്കാൾ അല്ലാഹു തആലയുടെ കൈകളിലുള്ളതിൽ നീ പൂർണ്ണമായി വിശ്വസിക്കണം. അതിലാണ് നിനക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത്. അതല്ലാതെ നിനക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സമ്പത്ത് മാറ്റിവെച്ചു, ഹലാലായ കാര്യങ്ങൾ നീ ഹറാമായി കണ്ടു, ആ രൂപത്തിൽ അതെല്ലാം ഒഴിവാക്കുന്ന ഒരു രൂപമല്ല നീ സ്വീകരിക്കുക. അതൊരിക്കലും എന്തല്ല, സുഹദല്ല. മറിച്ച് സുഹദി എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് സമ്പത്ത് നിനക്കുണ്ട്, ഒരുപാട് പ്രാധാന്യങ്ങൾ ഫദലുകൾ നിനക്ക് ഈ ദുനിയാവിൽ നൽകിയിട്ടുണ്ടാകാം. എന്നാൽ അതിനേക്കാളേറെ നീ എന്ത് വേണം? അല്ലാഹു തആലയുടെ കൈകളിലുള്ളതിൽ വിശ്വാസം അർപ്പിക്കാൻ നിനക്ക് സാധിക്കണമെന്നാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ ഖൗലുകളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് സുഹദ് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അഥവാ ദുനിയാവിൽ പ്രത്യേകം അമിതമായ താല്പര്യം കാണിക്കാതെ പരലോകത്തിന് വേണ്ടി ധാരാളമായി പണിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ഭൗതിക വിരക്തി എന്ന് ഇതുപോലുള്ള മുൻഗാമികളുടെ സംസാരങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ബിശ്ർ റഹിമഹുല്ലാ പറയുകയാണ്, ലൈസ സുഹദി ഫി ദുനിയ തറകഹ, സുഹദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ മുഴുവൻ ഒഴിവാക്കലല്ല. ഇന്നമ സുഹദു അൻ യുസ്ഹിദ ഫി കുല്ലി മാ സിവല്ലാഹി തആല, അല്ലാഹു തആലക്ക് പുറമെയുള്ള എല്ലാത്തിനെയും നീ എന്ത് ചെയ്യലാണ്? വിരക്തി കാണിക്കലാണ്. അല്ലാഹു അല്ലാത്തതിന് പുറമെ എല്ലാത്തിനോട് നീ വിരക്തി കാണിക്കലാണ് എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള ആളുകളിൽ അങ്ങേയറ്റം വിരക്തി കാണിച്ച ആളുകളിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് അബൂ ഹാസിം റഹിമഹുല്ലാ. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ മാലുക്, നിങ്ങളുടെ കൈകളിൽ എന്താണ് ഉള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ലീ മാലാൻ, എൻ്റെ കൈകളിൽ 2 സമ്പത്തുണ്ട്, 2 സമ്പത്ത് എൻ്റെ കൈകളിലുണ്ട്. ലാ അഖ്ശാ മഅഹുമാ അൽ ഫഖറ അസ്തിഖതി ബില്ലാഹി വൽ യഅസ ബിമാ ഫീ ഐദിൻ നാസ്, മാത്രമല്ല അത് 2ന്റെ മേൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ 2 സമ്പത്തിന്റെ മേൽ ഒരിക്കലും ഞാൻ ഒരു ഭയവും എനിക്ക് ഉണ്ടാകുന്നില്ല, യാതൊരു വിധത്തിലുള്ള ഭയവും എനിക്കുണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ കാര്യം അസ്തിഖതു ബില്ലാഹ്, അല്ലാഹു തആലയിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഒന്നാമത്തെ അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. രണ്ടാമത്തേത് വൽ യഅസ ബിമാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകളിലുള്ളതിനോടൊരു നിരാശയുണ്ട്. ഈ 2 സമ്പത്ത് എൻ്റെ കൈകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നിനെയും ഞാൻ, ഒരു ദാരിദ്ര്യത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് അബൂ ഹാസിം റഹിമഹുല്ലാ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇത് നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അള്ളാഹു തആലയോടുള്ള വിശ്വാസം അതിൻ്റെ അളവ് എത്രമാത്രമുണ്ട്, എത്രമാത്രം നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, എത്രമാത്രം നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിനെ പറ്റി നല്ലപോലെ നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം വൽ യഅസു ബിമാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകളിൽ ഉള്ളതിനോട് ഒരു നിരാശ നമുക്ക് വേണം. എപ്പോഴും നിരാശ നമുക്കുണ്ടാകണം. ആളുകളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, നമ്മൾ അത് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരല്ല. എനിക്കൊരു പ്രയാസം വരുന്നു, എനിക്കൊരു കടം ബാധിക്കുന്നു, അപ്പോഴേക്ക് ഞാൻ കരുതുന്നു ഇന്ന ആളിൽ നിന്ന് എനിക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ അവൻ എന്നെ സഹായിക്കും. അങ്ങനെ ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, അമാ തഖാഫുൽ ഫഖർ, അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യത്തെ ഒരിക്കലും ഒരു പേടിയുമില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല അന അഖാഫുൽ ഫഖറ വമൗലായ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വമാ ബൈനഹുമാ വമാ തഹ്ത സറ. മഹാനായ അബൂ ഹാസിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞാൻ എന്തിനാണ് ദാരിദ്ര്യത്തെ ഭയപ്പെടേണ്ടത്? ആകാശഭൂമികളുടെ അധിപനായ, ആകാശത്തെയും ഭൂമികളെയും അതിലുള്ള സർവചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കുള്ളപ്പോൾ, എൻ്റെ രക്ഷാധികാരിയായി എനിക്കുള്ളപ്പോൾ എന്തിന് ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടണം? ഈ ഒരു ചിന്ത എപ്പോഴും നമുക്ക് വേണം. നമ്മൾ കരുതും നമ്മുടെ ഒരു ജോലി നഷ്ടമാകുമ്പോഴേക്കും ആളുകൾ കരുതും ഇനി ഞാൻ പട്ടിണിയിലാണ്, എൻ്റെ മക്കൾക്കുള്ള മഈശത്ത് ഞാൻ ഇനി എന്ത് ചെയ്യും, അവർക്ക് എങ്ങനെയാ ഭക്ഷണം കൊടുക്കും, എൻ്റെ ഭാര്യയെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും, എൻ്റെ മാതാപിതാക്കളെ ഏത് രൂപത്തിൽ ഇനി എനിക്ക് സംരക്ഷിക്കാൻ കഴിയും? ആളുകൾക്ക് പേടിയാണ്.
ഈ ഒരു പേടി ഒരിക്കലും നമുക്ക് വേണ്ടതില്ല. എത്ര തന്നെ ദുനിയാവിൽ പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. ഒരിക്കലും ആളുകളുടെ സമ്പത്തിലേക്ക് നോക്കി നിൽക്കലല്ല വേണ്ടത്. ജനങ്ങളുടെ കൈകളിലേക്ക് നോക്കി അതിൽ നിന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചേക്കാം എന്ന വിചാരത്തോടു കൂടിയല്ല നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകേണ്ടത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈകളിലുള്ളതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ചോദിക്കാം, ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുവേ ഈ ദുനിയാവിൽ എനിക്ക് ഇന്നത് നീ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, പ്രാർത്ഥനയോടൊപ്പം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ ഭൂമിയിൽ ഈ ദുനിയാവിൽ അല്ലാഹു തആല നമുക്ക് തന്ന ആരോഗ്യം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ദുനിയാവിലെ ഹലാലായ മാർഗത്തിൽ പ്രവർത്തിക്കാം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിടാതെ നമുക്ക് വേണ്ടതെല്ലാം പടച്ച റബ്ബ് നൽകുമെന്ന് ഇത്തരത്തിലുള്ള മുൻഗാമികൾ അവർ അടിയുറച്ച വിശ്വാസത്തോടു കൂടി ആളുകൾക്ക് മുമ്പിൽ മറുപടി പറയാം. ഇതേപോലെ നമ്മോട് ചോദിച്ചാലോ, അല്ലാഹു തആലയെ പറ്റി നിനക്കുള്ള വിശ്വാസം എന്താ? നിനക്ക് ദാരിദ്ര്യത്തെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ കയ്യിൽ തുച്ഛമായ നാണയത്തുട്ടുകളുണ്ട്. അതിൽ നിന്നും ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പേടിയാണ്. ആരെങ്കിലും കടമായി ചോദിച്ചാൽ നമുക്ക് പേടിയാണ്. കാരണം തിരിച്ചു കിട്ടുമോ, അതിൽ നാളത്തെ കാര്യം എന്തായി തീരും, നമുക്ക് എല്ലാവർക്കും ബേജാറ്. എല്ലാ മനുഷ്യരുടെയും കാര്യം ഈ രൂപത്തിലാണ്. ഒരാളും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല, വളരെ തുച്ഛം ആളുകൾ ഒഴികെ, അല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഈ രൂപത്തിൽ നമ്മൾ ജീവിച്ച അല്ലാഹു തആലയുടെ കൈകളിലുള്ളതിനെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിലും പരലോകത്തും ഒരേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ലേ, ഫവല്ലാഹി ലൽ ഫഖറ അഖ്ശ അലൈക്കും, നിങ്ങളുടെ മേൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നേയില്ല. ദാരിദ്ര്യം എന്നതിനെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നേയില്ല. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബികൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പ്രയാസത്തോടു കൂടി ജീവിച്ചിരുന്ന എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള പള്ളികളിൽ തന്നെ എത്രയോ ആളുകൾ ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണത്തെ പ്രതീക്ഷിച്ച്, അതല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കൊടുത്ത് നമസ്കരിക്കുമ്പോൾ പോലും ബോധരഹിതരായി വീണിരുന്ന എത്ര ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ഒരിക്കലും ഞാൻ നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല, വലാകിൻ അഖ്ശ അലൈക്കും, മറിച്ച് ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം എന്താണ്? അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ, ഈ ദുനിയാവ് പടച്ച റബ്ബ് നിങ്ങൾക്ക് ധാരാളമായി നൽകുന്നതിനെയാണ്. അപ്പൊ ദുനിയാവ് ധാരാളമായി കിട്ടുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഏതുപോലെ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ആളുകൾക്ക് പടച്ച റബ്ബ് ധാരാളമായി സമൃദ്ധമായ രൂപത്തിൽ സമ്പത്തിനെ നൽകിയതുപോലെ ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ വതുഹ്ലികകും കമാ അഹ്ലക്തുഹും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് ദുനിയാവ് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടിയാൽ അവർ മത്സരിക്കുന്നത് പോലെ നിങ്ങൾ മത്സരിക്കും, അതോടൊപ്പം തന്നെ അവർ നശിച്ചതുപോലെ നിങ്ങളും നശിച്ചു പോകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രൂപത്തിൽ ദുനിയാവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ഈ ദുനിയാവിൽ ഇതുപോലെ ഈ രൂപത്തിൽ ജീവിക്കലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ ഏറ്റവും അധികം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അല്ലാഹു തആല ധാരാളം ഖൈറുകൾ ജനങ്ങൾക്ക് നൽകാറുണ്ട്. പല രൂപത്തിലുള്ള ഖൈറുകൾ നമുക്ക് നൽകും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഖൈറുകൾ ഏതെല്ലാം രൂപത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, അല്ലാഹു എങ്ങാനും ഒരു അടിമക്ക് ഒരു ഖൈർ നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സഹദഹു ഫി ദുനിയ, ആദ്യമായി പടച്ച റബ്ബ് ദുനിയാവിൽ അവന് സുഹദ് നൽകും. ദുനിയാവിനോട് വിരക്തിയുള്ള ഒരു സ്വഭാവം പടച്ച റബ്ബ് അവർക്ക് നൽകും. ഇങ്ങനെയാണ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ നൽകുക. വഫഖഹഹു ഫിദ്ദീൻ, അതോടൊപ്പം പടച്ച റബ്ബ് അവന് ദീനിൽ അവഗാഹം നൽകും. വബസ്സറഹു ഉയൂബഹു, അവന്റെ പോരായ്മകൾ പടച്ച റബ്ബ് അവന് കാണിച്ചു കൊടുക്കും. ഇതാണ് ഒരു അടിമക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറുകൾ നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ഉണ്ടാവുക എന്ന് മുൻഗാമികൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുകയാണ്, സുഹദ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് 3 മുഖങ്ങളുണ്ട്. എന്താണ് അതിൽ ഒന്നാമത്തെ കാര്യം? തർക്കുൽ ഹറാമി വഹുവ സുഹദുൽ അവാം, അതായത് ഹറാമുകൾ ഒഴിവാക്കൽ. അങ്ങനെയുള്ള അതും ഒരു സുഹദിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ഹറാമുകൾ നമ്മിലേക്ക് വരും. ഹറാമുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് വിരക്തിയാണ്. കാരണം ദുനിയാവിൽ ഹറാമുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹറാമുകൾ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തന്നു. ആ ഹറാമ് ചെയ്താൽ ഒരു പക്ഷേ ദുനിയാവിൽ നേട്ടങ്ങളുണ്ട്, ഒരുപക്ഷെ ചെറിയ ആസ്വാദനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ
അതൊരു സുഹൃതാണ്. അത് പൊതുവായി എല്ലാവരും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സുഹൃതാണ്. രണ്ടാമത്തെ സുഹൃത്ത് എന്താണ്? തർക്കുൽ ഫുദൂൽ മിനൽ ഹലാൽ വഹുവ സുഹുദുൽ ഖവാസ്. അതായത് അള്ളാഹു നൽകിയിട്ടുള്ള ഹലാലായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സുഹൃത്ത് കാണിക്കാം. ഒരാൾക്ക് നല്ല വസ്ത്രം ധരിക്കാനുള്ള രൂപത്തിലുള്ള പടച്ചറബ് ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട്. നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വാഹനങ്ങൾ വാങ്ങാം. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുള്ള പല കാര്യങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ഹലാലുകൾ ഒഴിവാക്കി അവൻ സുഹൃത്ത് കാണിക്കും. അതെങ്ങനെയാണ്? നല്ല വസ്ത്രം ധരിച്ചാൽ ഒരു പക്ഷെ അവന് തോന്നണം, ഈ നല്ല വസ്ത്രം ധരിച്ചാൽ ഒരു പക്ഷെ അത് അഹങ്കാരത്തിലേക്ക് കടന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതല്ലെങ്കിൽ നല്ല നല്ല ഭക്ഷണം കഴിച്ചാൽ ഒരു പക്ഷെ അതിലൂടെ ഞാൻ ഹറാമിലേക്ക് എത്തും. അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആളുകൾക്ക് മുമ്പിൽ ഞാൻ നല്ല ഭക്ഷണം കഴിച്ചവരാണ്, ആളുകൾക്ക് മുമ്പിൽ മൊബൈൽ സ്റ്റാറ്റസുകളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചു, ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ വിളിച്ച് കാണിക്കുന്നു. ഈ രൂപത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു തആലയോട് ഞാൻ നന്ദി കേട് കാണിക്കുന്നവനായി തീരുമോ എന്ന് വിചാരിച്ച് ആ ഹലാലായ കാര്യങ്ങളും ഒരുവൻ ഒഴിവാക്കി എന്ത് ചെയ്യാം? അതിനോട് അവന് സുഹൃത്ത് പ്രവർത്തിക്കാം. ഇതും അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല നമുക്ക് മനസ്സിലാക്കി തരിക. ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല, വളരെ ചെറിയ ആളുകൾക്ക് മാത്രം ആയിരിക്കും ഇത് കാണാൻ സാധിക്കുക, ചെയ്യാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം തറക്കമാ യശ്ഗലു അനില്ലാഹ്, അല്ലാഹു തആലയെ തൊട്ട് ശുഗലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒഴിവാക്കൽ. അള്ളാഹുവിനോട് ദിക്ർ ചെയ്യേണ്ട ഒരു സമയം, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടുന്ന ഒരു സമയമുണ്ട്. പക്ഷെ ആ സമയത്ത് അവൻ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. അതിൻ്റെ എത്തിപ്പെടാൻ അവൻ എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതൊരു പക്ഷേ ദുനിയാവിൽ അനുവദിക്കപ്പെട്ട കാര്യമായിരിക്കാം. അങ്ങനെ അത് ഒഴിവാക്കി മാറ്റുന്ന ആളുകൾ, അവരെയും എന്ത് ചെയ്യുന്നു? അവരെല്ലാവരും സുഹൂദിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല നമ്മളെല്ലാവരും സഹോദരങ്ങൾ പരസ്പരം ഒരുമിച്ച് കൂടുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും ദീനിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളാണ്. ഇങ്ങനെ ദീനിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നവരെ പോലെ തന്നെ ദുനിയാവിന്റെ പേരിലും ഒരുമിച്ച് കൂടുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻകഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഇമാം അഹ്മദിനെ പോലെയുള്ള ആളുകളുടെ സദസ്സിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ സദസ്സിനെ പറ്റി പറഞ്ഞത് മജാലിസുൽ ആഖിറ, അത് ആഖിറത്തിനെ ഓർക്കുന്ന സദസ്സുകളായിരുന്നു എന്ന് മുൻകഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ പറയുകയാണ്. ലാ യദ്കുറു ഫീഹാ ശൈഉൻ മിൻ അംരി ദുനിയ മാ റഅയ്തുഹു ദിക്റ ദുനിയ ഖത്ത്. ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ സദസ്സുകളിലേക്ക് പോയാൽ ദുനിയാവിനെ പറ്റി ഒരു ചർച്ചയും ചെയ്യാറില്ല, ദുനിയാവിനെ പറ്റി ഒന്നുപോലും അവർ പറയാറില്ല. അല്ലാഹു തആലയെ പറ്റി എല്ലാത്തൊരു സംസാരവും അവരിൽ നിന്നും കടന്നു വരാറില്ല. ഇത് മുൻഗാമികളുടെ പ്രത്യേകതയാണ്. പക്ഷെ നമ്മൾ നാലാളുകൾ കൂടിയാൽ നമ്മുടെ സംസാരത്തിന്റെ രൂപം എന്താണ്? നമ്മുടെ സംസാരങ്ങൾക്ക് ഇമാം ഹസൻ ബസരി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പറയാറുണ്ട്, ജനങ്ങളിൽ അധികം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ദുനിയാവിനെ പറ്റി ചർച്ച ചെയ്യും, സമ്പത്തിനെ പറ്റി ചർച്ച ചെയ്യും, സ്ത്രീകളെ പറ്റി ചർച്ച ചെയ്യും. മൂന്ന് കാര്യങ്ങൾ ഹസൻ ബസരി റഹിമഹുല്ല നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അധികം ആളുകളും അവരുടെ മജ്ലിസുകളിൽ നമുക്ക് കാണാൻ കഴിയുക. യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന, റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ മജ്ലിസുകൾ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ദുനിയാവിനെ പറ്റി പറയൂല. അവരുടെ സംസാരങ്ങളിൽ എപ്പോഴും എന്തുണ്ടാകും? അവർ അല്ലാഹു തആലയെ പറ്റി ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ ഫദ്ലുകൾ, അല്ലാഹു തആല നൽകിയിട്ടുള്ള നിഅമത്തുകൾ, പരലോകം, മരണം, ബർസഖിയായിട്ടുള്ള ജീവിതം, ഇതെല്ലാമായിരിക്കും അവർ ധാരാളമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മുൻകഴിഞ്ഞു പോയ ആളുകളുടെ സദസ്സുകളെ പറ്റി പോലും അവിടുന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കതബ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇലാ ബഅദി ഇഖ്വാനി, അദ്ദേഹം മറ്റു സഹോദരങ്ങൾക്ക് കത്തുകൾ എഴുതുന്ന സമയങ്ങളിൽ അദ്ദേഹം പറയാറുണ്ട്, അമ്മാ ബഅദു ഫഇന്നി യൂസീക ബിതഖ്വല്ലാഹ്. ഒന്നാമതായി അദ്ദേഹം തൻ്റെ സഹോദരങ്ങളോട് പറയും, നിങ്ങൾ അല്ലാഹു തആലയെ തഖ്വ ചെയ്യണം. ഇത് ആളുകൾക്കിടയിലേക്ക് അവർ കത്തുകൾ കൈമാറുമ്പോൾ ആദ്യമായി പറയാറുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്കും പറയാൻ കഴിയണം. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം, അള്ളാഹുവിനെ നീ ഭയപ്പെടണം എന്നും നമുക്ക് പറയാൻ കഴിയണം. ഇത് സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, വസ്സുഹുദു ഫി ദുനിയ, ദുനിയാവിനോട് നിങ്ങൾ വിരക്തി കാണിക്കണം. വറഗ്ബതു ഫീമാ ഇൻദല്ലാഹ്, അല്ലാഹു തആലയുടെ അരികിലുള്ളതിനോട് നിങ്ങൾ താല്പര്യം കാണിക്കണം, പ്രതീക്ഷ നിങ്ങൾ കാണിക്കണമെന്ന് മഹാനായ സ്വഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ ഈമാനിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഈ പറയപ്പെട്ട സുഹദ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഫുദൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹറാമുൻ അലാ ഖുലൂബിക്കും അൻ തുസീബ ഹലാവത്തുൽ ഈമാൻ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹറാമാക്കപ്പെട്ട ഒരു കാര്യം. എങ്ങനെ? ഹത്താ തസഹദു ഫി ദുനിയ, ദുനിയാവിനോട് അവൻ വിരക്തി കാണിക്കുന്നത് വരെ. ദുനിയാവിനോട് അവന് വിരക്തിയില്ലേ,
അവന് സ്വാഭാവികമായും ഈമാനിന്റെ മാധുര്യം നല്ല പോലെ ആസ്വദിക്കാൻ അവന് കഴിയില്ല. ദുനിയാവിനോട് വിരക്തി കാണിച്ചാൽ യഥാർത്ഥത്തിലുള്ള ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഫുദൈൽ ബിൻ അയ്യാബ് റഹിമഹുല്ല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സുഹ്ദു ഫി ദുനിയ റാഹത്തുൽ ഖൽബി വൽ ബദൻ. അസ്സുഹ്ദു ഫി ദുനിയ, ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും റാഹത്ത് ഉണ്ടാക്കും. നമ്മുടെ മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട പോലെ ഭൗതികമായ വിരക്തി, എങ്ങനെയുള്ള വിരക്തി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു ഇവിടെ ഹലാലാക്കിയ കാര്യങ്ങൾ നമ്മളതെല്ലാം സ്വീകരിച്ചു, അതെല്ലാം ആസ്വദിച്ചു, പരലോകത്തെ ലക്ഷ്യം വെച്ചും പരലോകത്തിന് തടയായി നിൽക്കുന്ന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പരലോകത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ വിരക്തി കാണിച്ചാൽ അതിലൂടെ പടച്ച റബ്ബിന്റെ ഇതുപോലെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹൃദയങ്ങൾക്കും അത് വലിയ സമാധാനം ഉണ്ടാക്കുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇനി ഭൗതിക വിരക്തി അത് നമുക്ക് നേടിയെടുക്കാനുള്ള കാരണങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഭൗതികമായ വിരക്തി നേടിയെടുക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ആദ്യമായി നമ്മൾ വേണ്ടത് ഖബറുകൾ നമുക്ക് സന്ദർശിക്കാൻ കഴിയണം. ഖബറുകൾ ആരെങ്കിലും സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഭൗതികമായ ഒരു വിരക്തി, സുഹൃത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ട്, നിങ്ങൾ എന്ത് വേണം, ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ ഖബർ സിയാറത്ത് അവിടുന്ന് വിരോധിച്ചിരുന്നു, അത് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, അവിടെയുള്ള സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ ഈമാൻ അടിയുറച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹാ തുസഹിദു ഫിദ്ദുനിയ, കാരണം ഇത്തരത്തിൽ നിങ്ങൾ ഖബർ സിയാറത്തുകൾ നടത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഭൗതികമായ ഒരു വിരക്തി നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വതുദക്കിറുൽ ആഖിറ, അതേപോലെ പരലോകത്ത് നിങ്ങൾക്ക് നല്ല പോലെ ഓർത്തെടുക്കാൻ, എപ്പോഴും ആലോചിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇത് നമ്മളെല്ലാവരും പാലിക്കേണ്ടുന്ന ഒരു സുന്നത്താണ്. നമ്മൾ എത്രയോ ഖബർസ്ഥാനിന്റെ അരികിലൂടെ വാഹനങ്ങളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ എത്ര ആളുകൾ ആ ഖബറിലേക്ക് നോക്കുന്നു, സലാം പറയാൻ പോലും പറ്റാത്ത എത്ര ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മാതാപിതാക്കൾ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ അങ്ങനെയുള്ള മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം, അതല്ലെങ്കിൽ മക്കൾ തന്നെ മരിച്ചു പോയവരുണ്ടാകാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എന്ത് വേണം, അവരുടെ ഖബറിന്റെ അരികിലേക്ക് പോവുക, ആ ഖബർ സിയാറത്ത് നടത്തുക. അങ്ങനെ നമ്മൾ ഖബർ സിയാറത്ത് നടത്തിയാൽ, ഇന്ന് എൻ്റെ മക്കൾ ആ ഖബറിൽ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ഇന്ന് ആ ഖബറിലാണ് കിടക്കുന്നതെങ്കിൽ, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ആദർശ സഹോദരങ്ങൾ മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഇന്ന് ഈ ഖബറിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ, ആ ഖബറിലാണ് അവർ കഴിയുന്നത് എങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലൊരു ഖബറിൽ എൻ്റെ ശരീരത്തെയും വെക്കപ്പെടുമല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായും ഭൗതികമായ ഒരു വിരക്തി ഉണ്ടാകും. ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം അത് കുറക്കാൻ അതൊരു കാരണമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ ഖബർ സിയാറത്തുകൾ നടത്തിയാൽ നമ്മുടെ മനസ്സിന് ഈ രൂപത്തിൽ അല്ലാഹു തആലയെ ധാരാളമായി ഭയപ്പെടാനും അല്ലാഹു തആലയിലേക്ക് അടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഒരു ഹദീസിലൂടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ജനങ്ങളുടെ കൈകളിലുള്ള കാര്യങ്ങളോടൊരു വിരക്തി നമുക്ക് കാണിക്കണം. മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണം. ഒരുവൻ നല്ലൊരു വാഹനം വാങ്ങിയാൽ എനിക്കും നല്ല വാഹനം വേണം. മറ്റുള്ളവർക്കൊരു സൗകര്യം കാണുമ്പോൾ അതേ സൗകര്യം എനിക്ക് കിട്ടണം, അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ സൗകര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം. ഈ ഒരു ആഗ്രഹമല്ല നമുക്ക് വേണ്ടത്. അല്ലാഹു തആല നിനക്ക് എന്താണോ നൽകിയത്, ആ നൽകപ്പെട്ടതിൽ പൂർണ്ണമായി നീ കീഴ്പ്പെടാനും അതിൽ തൃപ്തിപ്പെടാനും നിനക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ, ഒരു അമലിനെ പറ്റി താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും, ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്, ആ അമൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം. ഇത് ആഗ്രഹിക്കാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിലില്ല. അല്ലാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ജനങ്ങൾ നമ്മെ വെറുക്കുന്നതിലേക്ക് നമ്മൾ ഇഷ്ടപ്പെടില്ല, ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടണം. ഇതാഗ്രഹിക്കാത്ത ഒരാളുമില്ല. ഇതിനു വേണ്ടി ഞാൻ എന്താണ് പ്രവാചകരെ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ, ദുനിയാവിൽ നീ വിരക്തി കാണിച്ചു കൊള്ളട്ടെ. യുഹിബ്ബകല്ലാഹ്, എങ്കിൽ അല്ലാഹു തആല നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകളിൽ ഉള്ളതിനെയും അതിനോട് നീ വിരക്തി കാണിച്ചു കൊള്ളട്ടെ, എങ്കിൽ യുഹിബ്ബൂക്,
ആ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അതല്ലെങ്കിൽ ജനങ്ങളുടെ കൈകളിലുള്ളതിലേക്ക് നോക്കിയാൽ ആ ജനങ്ങൾ നിന്നെ വെറുക്കാൻ അതൊരു കാരണമായി തീരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ ഖുർആനിലൂടെ സൂറത്ത് ത്വാഹയിലെ 131 വചനത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ഇതേ ആശയത്തിലുള്ള പല കാര്യങ്ങളും പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരിൽ പല വിഭാഗം ആളുകൾക്കും പല രൂപത്തിലുള്ള സൗകര്യങ്ങൾ പടച്ചറബ് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിന്റെ ദൃഷ്ടികളെ നീ പായിക്കാൻ പാടില്ല, അതിലേക്ക് നീ നോക്കാൻ പാടില്ല. കാരണം അതിലൂടെ അവരെ നാം പരീക്ഷിക്കുന്നതാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആളുകൾക്ക് ഇങ്ങനെ ഒരുപാട് കാണുമ്പോൾ നമ്മൾ കരുതും എന്ത് വലിയ സൗകര്യമാണ് പടച്ചറബ് അവർക്ക് കൊടുത്തിട്ടുള്ളത്, അവരൊക്കെ എത്ര സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അവരിലേക്ക് നോക്കലല്ല. പടച്ചറബ് ഒരുപക്ഷെ അവർക്ക് ഒരു പരീക്ഷണാർത്ഥം നൽകിയിട്ടുള്ള കാര്യങ്ങളായേക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ കൈകളിലുള്ള മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായും തീർന്നു പോകുന്ന ഒരു ദിവസം കടന്നു വരാൻ, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നമ്മിൽ നിന്നും നഷ്ടമാകും എന്ന ഒരു ചിന്ത നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗം ആളുകളെ പറ്റി പറഞ്ഞു. അവരെന്താണ്? ദുനിയാവിൽ ഒരുപാട് നിഅമത്ത് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അവൻ ആരാണ്? മിൻ അഹ്ലിന്നാർ, അവൻ നരകക്കാരനാണ്. ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് പടച്ചറബ് നൽകി, പക്ഷെ അവൻ ദുനിയാവിൽ മാത്രമായിരുന്നു സമ്പത്തുണ്ടായിരുന്നത്. പടച്ചറബ് അവന് നരകമായിരുന്നു അവന് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ടുവരും. എന്നിട്ട് ഒരുപാട് സൗകര്യങ്ങളുള്ള ആ വ്യക്തി എന്ത് ചെയ്യും? നരകത്തിലൊന്ന് മുക്കിയെടുക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, എന്തെങ്കിലും ഈ ദുനിയാവിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നീ ആസ്വദിച്ചിരുന്നോ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഒരിക്കലും ഒരു അനുഗ്രഹം പോലും എനിക്ക് ലഭിച്ചിരുന്നില്ല എന്നവൻ പറയും. നമ്മൾ ഇന്ന് വലിയ വലിയ അനുഗ്രഹങ്ങളിലാണ് എന്ന് വലിയ സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ, അങ്ങനെ അവർക്ക് നരകം കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ അല്ലാഹു തആലയോട് മറുപടി പറയും, ഈ ദുനിയാവിൽ ഒന്നുപോലും ഞാൻ ആസ്വദിച്ചിട്ടില്ല, ഒരു സുഖവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ നാലാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നമ്മൾ നല്ലപോലെ തിരിച്ചറിയണം. അതിന് വേണ്ടത്, ആദ്യമായി നമ്മൾ വേണ്ടത് എന്താണ്? നമ്മേക്കാൾ താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കണം, നമ്മേക്കാൾ ഞെരുക്കമുള്ള ആളുകളിലേക്ക് നോക്കണം. എത്രയോ പ്രയാസങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്കിന്ന് വളരെ ആരോഗ്യമുണ്ട്, നല്ലപോലെ അല്ലാഹു തആലക്ക് മുമ്പിൽ സുജൂദിൽ ഏർപ്പെടാൻ കഴിയുന്നുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇരുന്ന് നമസ്കരിക്കുന്ന, സുജൂദ് ചെയ്യാൻ കഴിയാത്ത, വ്യക്തമായി ഒന്ന് കണ്ണു കാണാൻ കഴിയാത്ത, വ്യക്തമായി ഖുർആൻ ഓതാൻ കഴിയാത്ത അനുഗ്രഹങ്ങളെല്ലാം നിരസിക്കപ്പെട്ട എത്രയോ ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് വേദനയോടുകൂടി ജീവിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരിലേക്ക് നമ്മൾ നോക്കണം. എങ്കിൽ പടച്ചറബ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നല്ലപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വഹാബികൾ അവർ ഏത് രൂപത്തിലായിരുന്നു ജീവിച്ചിരുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ ഒരുപാട് സ്വഹാബികൾ നമസ്കരിക്കാറുണ്ടായിരുന്നു. കാന ഇദാ സ്വല്ലാ ബിന്നാസി യഖറു റിജാലുൻ മിൻ ഖാമതിഹിം ഫി സ്വലാത്തി മിനൽ ഖസാസ. വിശപ്പ് കാരണത്താൽ അവരെന്ത് ചെയ്യും? അവർ ബോധരഹിതരായി വീഴും. വിശപ്പ് കാരണത്താൽ നമസ്കാരത്തിൽ ബോധരഹിതരായി വീഴും. ഇന്ന് എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? വിശപ്പ് കാരണത്താൽ തലകറങ്ങി വീണു, അതല്ലെങ്കിൽ ബോധരഹിതരായി വീണു, വിശപ്പ് കാരണത്താൽ മരണപ്പെട്ടു എന്ന് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമുക്ക് കാണുക എന്നത് പ്രയാസമാണ്. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും ഇന്ന് അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും മുസ്ലിങ്ങൾ ഇന്ന് അവർ വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങൾ എത്രയും വേഗം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് നമ്മെപ്പോലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് അവർക്ക് ഏവർക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികളിൽ ചിലർ ഇതേപോലെ ബോധരഹിതരായി വീഴും. അവിടെയുള്ള ചില ആറാബികൾ പറയും, ഹഉലാഇ മജാനീൻ, അവരൊക്കെ ഭ്രാന്ത് പിടിച്ച ആളുകളാണ് കിടക്കുന്നതെന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബത്തിനെ പറ്റി അവിടെയുള്ള ചില മോശമായ ആളുകൾ പറയാറുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് തിരിയും, ആ പറഞ്ഞ ആളുകളിലേക്ക് തിരിയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലൗ തഅലമൂന മാ ലക്കും ഇൻദല്ലാഹ് ലഅഹബബ്തും അൻ തസ്ദാദു ഫാഖതൻ വഹാജ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു തആലയുടെ അരികിലുള്ള പ്രതിഫലം എങ്ങാനും നിങ്ങൾ അറിയുന്ന പക്ഷം കൂടുതൽ ദാരിദ്ര്യം നിങ്ങൾക്കുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. നോക്കൂ, നിങ്ങൾ കൂടുതൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതിനെ നിങ്ങൾ ആഗ്രഹിക്കുമോ? വിശപ്പ് കാരണത്താൽ ബോധം കെട്ടുകിടക്കുന്ന സ്വഹാബികളെ മുൻനിർത്തി അവിടെ അവരെ മജ്നൂൻ എന്ന് വിളിച്ചിരുന്ന ആളുകൾക്ക് മുമ്പിൽ വെച്ച് പറയുകയാണ്, അല്ലാഹു തആലയുടെ കൈകളിൽ ഉള്ളതിനെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ദാരിദ്ര്യത്തെ നിങ്ങൾ കുതിക്കുമായിരുന്നു. അപ്പോൾ എത്ര ഫضലായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ദാരിദ്ര്യത്തെ പോലും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അത് ദുനിയാവിൽ കിട്ടുന്ന വലിയ ശിക്ഷയാണെന്നൊക്കെ പലപ്പോഴും ആളുകൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയല്ല, മറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അത് പ്രയാസമാണെങ്കിലും ശരി, ആശ്വാസമാണെങ്കിലും ശരി, ഇതെല്ലാം എൻ്റെ റബ്ബാണ് എനിക്ക് നൽകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഹദീസ് ഞാൻ പറയുന്നില്ല, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം ഈ രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടക്കുമ്പോൾ പ്രവാചകന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ, ആ ഈത്തപ്പനയോലകൾ കൊണ്ടുണ്ടാക്കിയ പായയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അതിൻ്റെ അടയാളങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാറുണ്ടായിരുന്നു, ഇതിനേക്കാൾ നല്ലത് ഞാൻ താങ്കൾക്ക് തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സ്വഹാബിയോട് പറഞ്ഞു, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് വീണ്ടും വിശദീകരിച്ചു, ഒരു അടിമ എന്ന് പറഞ്ഞാൽ അതിശക്തമായ ചൂടുള്ള സമയത്ത് അവൻ യാത്ര ചെയ്യുന്നു. ആ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണമുണ്ട്, ദാഹമുണ്ട്, പ്രയാസമുണ്ട്, അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ സമയത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന രൂപത്തിൽ ഒരു മരത്തണൽ അവന് കിട്ടിയാൽ സ്വാഭാവികമായും അവന് സന്തോഷമുണ്ടാകും. ആ മരച്ചുവട്ടിൽ അവൻ പോയി വിശ്രമിക്കും. അതിനുശേഷം അവൻ എന്ത് ചെയ്യും? അവൻ ഒന്നുകൂടി അവൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ആ യാത്ര തുടരും. ഈ രൂപത്തിലാണ് ഒരു മുഅ്മിൻ ഈ ദുനിയാവിനെ കാണേണ്ടത്. ഈ രൂപത്തിലാണ് ഒരു മുഅ്മിൻ ഈ ദുനിയാവിനെ കാണേണ്ടത്. അത്രമാത്രമാണ് ദുനിയാവും ഒരടിമയും തമ്മിലുള്ള ബന്ധമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി പറയാറുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസം മുഴുവൻ ഭക്ഷണമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വില കൂടിയ കാരക്കുകൾ പോലും പ്രവാചകൻ വയറ് നിറച്ച് കഴിക്കാൻ അവിടെ നിന്ന് കഴിയാറില്ല. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇന്ന് നമുക്ക് ഒന്ന് വിശന്നാൽ, നമുക്ക് ദാഹിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീട്ടിലിരുന്നാൽ നമ്മൾ വിരൽ തുമ്പിലൂടെ തന്നെ ഭക്ഷണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തആല നമുക്ക് അത്രയും വലിയ സൗകര്യങ്ങളാണ് പടച്ചറബ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ വെറും ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം പോകാതെ ഈ ദുനിയാവിൽ ഒരു വിരക്തി നമ്മളെപ്പോഴും കാണിക്കേണ്ടതുണ്ട്. സാഹിദീങ്ങളാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അഥവാ ദുനിയാവിൽ പടച്ചറബ് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കാം, എന്നാൽ അതിൽ അതിര് കവിയാതെ പരലോകത്തെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകാതെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ കൃത്യമായി ഭയപ്പെട്ടും അല്ലാഹുവിൻ്റെ പരലോകത്തിൽ അവർ വിജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും അമലുകൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു തആല തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.